ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് നല്ല കാര്യം. ഇങ്ങനൊരു കമ്മീഷനെ നിയോഗിച്ചത് അതിനേക്കാൾ നല്ല കാര്യം. സിനിമാ മേഖല എന്നല്ല, ഏത് തൊഴിൽ മേഖലയായിരുന്നാലും അവിടെ തുല്യനീതി ഉറപ്പാക്കുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സർക്കാരിൻ്റെ കടമയാണ്, ബാധ്യതയാണ്. അതിന് ഏറെ പ്രശംസ ഇടതുമുന്നണി സർക്കാർ അർഹിക്കുന്നുണ്ട്. എന്നാൽ വാലും തുമ്പുമില്ലാത്ത ഈ കമ്മീഷൻ റിപ്പോർട്ട് വച്ച് യാതൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന തൃശങ്കുവിലാണ് സർക്കാർ എന്നതാണ് സത്യം. ഒന്നാമത്തെ കാര്യം, ഈ റിപ്പോർട്ടിൽ പരാമർശിക്കുന്ന തരത്തിലുള്ള മൊഴികൾ അനുസരിച്ച് കേസെടുക്കാൻ പോലീസിന് ആകില്ല. അങ്ങനെ ഒരു നിയമക്കുരുക്ക് ഈ കമ്മീഷന് മേൽ ഉണ്ട്. അതുപോലെ തന്നെ ഇതിൽ മൊഴി കൊടുത്ത ആരും തന്നെ പോലീസിന് മുന്നിൽ പോയി ഇന്ന ആളാണ്, അല്ലെങ്കിൽ പവർ ഗ്രൂപ്പ് എന്ന് പറയുന്ന ഈ 15 പേരടങ്ങുന്ന സംഘത്തിലെ ഇന്ന വ്യക്തിയാണ് എന്നോട് മോശമായി പെരുമാറിയത് എന്ന തരത്തിൽ ഒരു പരസ്യമായ രീതിയിൽ ഒരു പരാതിയുമായി രംഗത്ത് വരാനും ഇടയില്ല. അങ്ങനെ രംഗത്ത് വന്നാൽ നേരത്തെ തന്നെ വരാമായിരുന്നു. അങ്ങനെ രംഗത്ത് വന്നാൽ അവർക്ക് മറ്റവസരങ്ങൾ ഉണ്ടാകാൻ ഇടയില്ല, അവസരങ്ങൾ ലഭിക്കില്ല എന്ന ഭയം അവരെ വേട്ടയാടുന്നുണ്ട്. അതുപോലെ തന്നെ നടികളിൽ ആരെങ്കിലും മൊഴി കൊടുത്താൽ മാത്രമേ ഇതിൽ കേസെടുക്കാനോ അല്ലെങ്കിൽ പോലീസ് നടപടിക്കോ, അല്ലെങ്കിൽ ഇത്തരം കുറ്റം ചെയ്ത ആളുകൾ കുറ്റവാളി ആണെങ്കിൽ, അല്ലെങ്കിൽ ഇങ്ങനെ ഒരാൾ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, തെറ്റുകാരനാണെങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരാൻ കഴിയുകയുള്ളൂ എന്നതുമാണ് കമ്മീഷൻ റിപ്പോർട്ടിൻ്റെ ഒരു ന്യൂനതയായി ചൂണ്ടിക്കാട്ടുന്നത്. അതുപോലെ തന്നെ ഇതിൽ പറയുന്ന വ്യക്തികൾ പവർ ഗ്രൂപ്പ്, അതുപോലെ ഒരു നടി, പ്രമുഖ, അങ്ങനെയൊക്കെ പറഞ്ഞ് പ്രമുഖൻ എന്നൊക്കെ മാത്രമേ പരാമർശമുള്ളൂ, ആരുടെയും പേരുകളില്ല. അപ്പോൾ ഈ 94 വർഷത്തെ ചരിത്രമുള്ള മലയാള സിനിമയ്ക്ക് ആരെ വേണമെങ്കിലും സംശയിക്കാം. ഈ കമ്മീഷൻ അംഗമായിരുന്ന നടി ശാരദ, ശ്രീമതി ശാരദ തന്നെ പറഞ്ഞു, ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല, ഇത്തരത്തിലുള്ള സംഭവങ്ങൾ പണ്ട് മുതലേ ഉണ്ട്. അവസരങ്ങൾക്ക് വേണ്ടി പല പീഡനങ്ങൾക്കും പുരുഷ മേധാവിത്വം എന്ന് പറയുന്ന സംഭവത്തിന് അടിമപ്പെടേണ്ട സാഹചര്യം മുമ്പും ഉണ്ടായിരുന്നിട്ടുണ്ട് എന്ന് അവർ പറയുന്നുണ്ട്. അതുപോലെ മറ്റൊരു കമ്മീഷൻ അംഗം വത്സലകുമാരി, അവരും പറയുന്നുണ്ട് വേദനാജനകമായിരുന്നു ചിലരുടെ അനുഭവം പങ്കുവച്ചത്. പക്ഷേ ഈ പറയുന്ന ആളുകൾ പോലും ആരുടെയും പേര് പറയുന്നില്ല. ഇന്ന വ്യക്തിക്കെതിരെയാണ് ഇന്ന നടി മൊഴി നൽകിയത്, അല്ലെങ്കിൽ ഇന്ന ജൂനിയർ ആർട്ടിസ്റ്റ് മൊഴി നൽകിയത്. പോക്സോ കേസ് പോലും എടുക്കാനുള്ള പാകമായ മൊഴികളുണ്ടെന്ന് പറയുമ്പോഴും അങ്ങനെ ഒരു ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടുള്ള വിവരണം ഈ റിപ്പോർട്ടിലില്ല, പുറത്തു വന്ന റിപ്പോർട്ടിലില്ല. ഇനി പുറത്തു വരാത്ത 60 പേജുകളിൽ ഉണ്ടെന്ന് നമുക്ക് അനുമാനിക്കാവുന്നത് പീഡനം നടന്ന ദിവസം, സമയം, വർഷം, തീയതി, ഇതൊക്കെ ചിലർ പറഞ്ഞിട്ടുണ്ട് എന്നാണ്. ആ വിവരങ്ങൾ ഈ പുറത്തു വരാത്ത റിപ്പോർട്ടിലുണ്ട്, അല്ലെങ്കിൽ പുറത്തു വരാനുള്ള റിപ്പോർട്ടിലുണ്ട് എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഡിജിറ്റൽ രേഖകൾ ഇവർ കണ്ടെത്തിയെന്ന് പറയുന്നത് ചില നടിമാർ ചില പീഡന സംഭവങ്ങളൊക്കെ ചിത്രീകരിച്ചിട്ടുണ്ട്, ചില സംഭവങ്ങൾ ഡോക്യുമെൻ്റ് ചെയ്തിട്ടുണ്ട്, അതെല്ലാം കമ്മീഷന് കൈമാറിയിരുന്നു, അതൊക്കെ കമ്മീഷന് കൊടുത്തിട്ടുണ്ട് എന്നും പറയപ്പെടുന്നു. ഇതൊക്കെ വാസ്തവമായിരിക്കാം, ഇതൊക്കെ ഉണ്ടായിരിക്കാം, പക്ഷേ ഇതൊന്നും പുറത്ത് വന്നിട്ടില്ല. അപ്പോൾ ഇപ്പോൾ നമ്മൾ ഈ കോളിളക്കം സൃഷ്ടിക്കുന്ന വാർത്തയും നമുക്ക് ചുറ്റുമുള്ളതും വെറും അനുമാനങ്ങളാണ്. ഇന്ന വ്യക്തി ചെയ്തിരിക്കാം, അല്ലെങ്കിൽ ഇന്ന വ്യക്തി ചെയ്തിരിക്കാം, അങ്ങനെ ഏത് താരത്തെ വേണമെങ്കിലും നമുക്ക് ഇതിൽ പ്രതിപട്ടികയിൽ പ്രതിസ്ഥാനത്ത് അല്ലെങ്കിൽ വില്ലനായി ചിത്രീകരിച്ച് പോകാം. ഇത് കണ്ടിട്ട് നമുക്കറിയാം UDFിൻ്റെ കെട്ടുറപ്പ്. UDFിൻ്റെ പ്രമുഖ കക്ഷികളിലൊന്നാണ് RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ C കൃഷ്ണചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരു ഫേസ്ബുക്ക് കുറിപ്പിൽ ഈ റിപ്പോർട്ടിനെ പരാമർശിക്കുന്നത് കില്ലർ റിപ്പോർട്ട് എന്നാണ്. ഞാൻ പറഞ്ഞു വന്നത് അത് തന്നെയാണ്. കാരണം ഇതൊരു പുരുഷ മേധാവിത്വത്തെ പിന്തുണയ്ക്കുന്നതിനോ, അല്ലെങ്കിൽ പുരുഷന് ഈ സിനിമാ മേഖലയിലെ കൊള്ളരുതായ്മകളെ പിന്തുണയ്ക്കുന്നതിനോ അല്ല അദ്ദേഹം ഈ റിപ്പോർട്ട്, ഈ കുറിപ്പ് എഴുതിയിരിക്കുന്നത്. പ്രത്യേകിച്ച് UDFിൻ്റെ പ്രതിപക്ഷ നേതാവ് പറയുന്നത് പോലെ ഇതിനകത്ത് പോലീസ് നടപടി വേണം, നിയമ നടപടി സ്വീകരിക്കണമെന്നൊക്കെ KPCCയും അതുപോലെ തന്നെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശനുമൊക്കെ പറയുമ്പോൾ RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ കൃഷ്ണചന്ദ്രൻ്റെ ഫേസ്ബുക്ക് കുറിപ്പ് ഇങ്ങനെയാണ്. അതിൽ പറയുന്നത്, ഹേമ കമ്മിറ്റി റിപ്പോർട്ടിലെ 22 നിർദ്ദേശങ്ങൾ നടപ്പിലാക്കാൻ തുടങ്ങിയെന്ന മന്ത്രി സജി ചെറിയാൻ. അതീവ സുരക്ഷാ മേഖലയിൽ അടിയന്തര പ്രാധാന്യത്തോടെ നടപ്പിലാക്കുന്നവ എന്ന് പറഞ്ഞ പരിഹാസ രൂപേണയാണ് അദ്ദേഹം കുറിക്കുന്നത്. വാതിൽ പ്രതലം പരുത്തതും പരുക്കനുമാക്കും. വാതിലിനുള്ളിൽ, അതായത് അകത്ത്, കൂടുതൽ താഴിട്ട് പൂട്ടാനുള്ള സൗകര്യം ഉണ്ടാക്കും. വാതിലിൽ ബലം പ്രയോഗിച്ച് തട്ടി ബഹളമുണ്ടാക്കുന്നവരെ കർശനമായി ശാസിക്കും. ചില അഭിനേതാക്കൾക്കുള്ള കോഡ് വിളി നിർത്തലാക്കും. അഡ്ജസ്റ്റ്മെൻറ്റ്, കോംപ്രമൈസ് എന്നീ വാക്കുകൾ ഉപയോഗിക്കുന്നതിന് പ്രൊഡക്ഷൻ കൺട്രോളർമാർക്ക് വിലക്ക് ഏർപ്പെടുത്തി. ഇങ്ങനെ പരിഹാസ രൂപേണയാണ് മന്ത്രി സജി ചെറിയാൻ അദ്ദേഹം ആക്രമിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നു, വേട്ടക്കാരുടെ സൽപ്പേരിന് തീരെ കളങ്കം ചാർത്താതെ, ആരുടെയും ഊരും പേരും പറയാതെ, ആരെയും സംശയിക്കാവുന്ന തരത്തിൽ തലയും വാലുമില്ലാതെ അവിടെയും ഇവിടെയും സെൻസർ ചെയ്ത് പുറത്തുവിട്ടിരിക്കുന്ന ഈ റിപ്പോർട്ടിൽ
എന്താണ് മലയാളിക്ക് പുതുമയുള്ള ഞെട്ടുന്ന വിവരമുള്ളത്? ശരിയല്ലേ? എന്താണ് ഞെട്ടുന്ന വിവരമുള്ളത്? ഇനി പറയുന്നത് കേൾക്കുക. മാഫിയ കേട്ടിട്ടില്ലേ? പലതവണ കേട്ടിട്ടുണ്ട്. സിനിമാ രംഗത്ത് മാഫിയ പ്രവർത്തിക്കുന്നുണ്ടെന്ന്. കോക്കസ്, ലോബി എന്നതൊക്കെ മലയാള സിനിമാ വ്യവസായത്തിൽ മാത്രം കണ്ടും കേട്ടും വരുന്ന പ്രതിഭാസമൊന്നും അല്ലെന്നും ഈ ശ്രീ കൃഷ്ണചന്ദ്രൻ പറയുന്നു. മറ്റൊന്നുമല്ല, ലോകത്ത് എവിടെയൊക്കെ സിനിമാ വ്യവസായമുണ്ടോ അവിടെയെല്ലാം ഇതെല്ലാം ഉണ്ട്. കാലാകാലങ്ങളായി പല രൂപത്തിലും ഭാവത്തിലും പലരുടെയും പേരുകളിൽ പറന്നു നടന്ന ഭാവനാ നിർഭരമായ കഥകൾക്കപ്പുറം യാതൊന്നും അപൂർണമായ ഈ റിപ്പോർട്ടിലില്ല. കാരണം ഭാവനാ നിർഭരമായ കഥകൾക്കപ്പുറം ഈ റിപ്പോർട്ടിൽ യാതൊന്നുമില്ലെന്ന് പച്ചയ്ക്ക് പറയുകയാണ് UDFിൻ്റെ കെട്ടുറപ്പുള്ള RSP, UDFുമായി ബാന്ധവത്തിലുള്ള RSPയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം ശ്രീ കൃഷ്ണചന്ദ്രൻ. കാരണം ഈ റിപ്പോർട്ടിൽ യാതൊന്നുമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നു. സിനിമാ മേഖലയിൽ ലോകത്തെ ആദ്യത്തെ കമ്മിറ്റി, ആദ്യത്തെ റിപ്പോർട്ട് എന്നൊക്കെ അവകാശപ്പെടുമ്പോൾ സമഗ്രമായ, സുതാര്യമായ, സുശക്തമായ തെളിവുകളോടുകൂടിയ റിപ്പോർട്ടായിരിക്കണം പൊതുജന സമക്ഷം പുറത്തുവിടേണ്ടത്. ഇരകളെ സംരക്ഷിക്കുന്നതും അവർക്ക് അർഹമായ പ്രിവിലേജ് കൊടുക്കുന്നതും അവരുടെ പേരുകൾ പ്രസിദ്ധപ്പെടുത്താത്തതും മനസ്സിലാക്കാം. പക്ഷേ വേട്ടക്കാർ ആ പ്രിവിലേജ് തീരെ അർഹിക്കുന്നില്ല. ആഭ്യന്തര വകുപ്പും നിയമവകുപ്പും അടിയന്തരമായി കൂടിയാലോചിച്ച് പവർ ഗ്രൂപ്പ് എന്ന ഓമന പേരിൽ റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്ന കുറ്റക്കാരായ ഒരു പറ്റം സിനിമാക്കാരെ സമൂഹത്തിന് മുന്നിൽ എത്രയും പെട്ടെന്ന് തുറന്നു കാണിച്ചില്ലെങ്കിൽ സിനിമാ മേഖലയിൽ അന്തസ്സായി പണിയെടുക്കുന്ന അനേകം പുരുഷന്മാരെ സംശയദൃഷ്ടിയിലായിരിക്കും പൊതുജനം വീക്ഷിക്കുക. തീർച്ചയായിട്ടും ശരിയല്ലേ? പവർ ഗ്രൂപ്പ് എന്നൊക്കെ പറയുന്നുണ്ട്. 15 പേരടങ്ങുന്ന സംഘം, അതിലൊരാൾ മന്ത്രിയാണെന്ന് പറയുന്നു, അതിലൊരാൾക്ക് നിർമ്മാണ കമ്പനിയുണ്ട്, അല്ലെങ്കിൽ സിനിമാ തിയേറ്ററുകളുണ്ട് എന്നൊക്കെ പറയുമ്പോൾ പോലും ഇതിൽ ആരാണെന്ന് സ്പെസിഫൈ ചെയ്ത് പറയണ്ടേ? എങ്കിലല്ലേ അറിയാൻ പറ്റുകയുള്ളൂ. അല്ലെങ്കിൽ ഏത് താരത്തിൻ്റെ തലയിലും ഈ പാപങ്ങൾ കൊണ്ട് നമുക്ക് ചാർത്തിക്കൂടെ? ബാക്കി പറയുന്നത് കേൾക്കുക. അദ്ദേഹം പറഞ്ഞു വെക്കുന്നതേ ഉള്ളൂ. മന്ത്രിയുടെ വാക്കുകൾ, സാംസ്കാരിക മന്ത്രി പറഞ്ഞതുപോലെ എല്ലാ സിനിമക്കാരും കുഴപ്പക്കാരാണെന്ന് പറയാനാകില്ല. പക്ഷേ ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് അനുസരിച്ച് ഇവിടെ എല്ലാ കുഴപ്പക്കാരും സിനിമാക്കാരാണ് എന്നും ശ്രീ കൃഷ്ണചന്ദ്രൻ ആരോപിക്കുന്നുണ്ട്. പുരുഷ മേധാവിത്വത്തെ പിന്തുണയ്ക്കുന്നതോ സിനിമാ മേഖലയിലുള്ളവർക്ക് പിന്തുണ കൊടുക്കുവാനോ അല്ല ഇതെഴുതുന്നത്. ഒന്നും അറിയാത്ത ആയിരങ്ങൾ അപൂർണമായ റിപ്പോർട്ടിന്റെ പേരിൽ വിവിധ കോണുകളിൽ നിന്നുള്ള അനുമാനങ്ങളുടെ പേരിൽ ക്രൂശിക്കപ്പെടുന്നുവെന്ന സത്യം തിരിച്ചറിയേണ്ടതുണ്ട്. തീർച്ചയായും ഈ റിപ്പോർട്ട് പല ആളുകളെയും ക്രൂശിക്കുന്നുണ്ട്. ഒന്നും ചെയ്യാത്ത ആളുകളെയും ചെയ്ത ആളുകളെയും ഒക്കെ ഇത് രഹസ്യമായി വേട്ടയാടുന്നുണ്ട്. ഈ ഞങ്ങളുടെ പേര് പുറത്തു വരുമോ എന്ന് ആശങ്കപ്പെടുന്ന ആളുകളുണ്ടാകാം. ഞങ്ങളുടെ പേരുകളും സംശയദൃഷ്ടിയിലുണ്ടല്ലോ, ഈ ചെയ്തവന്മാരുടെയൊക്കെ പേരുകൾ വന്നൂടെ, ഞങ്ങൾ എന്തിനാണ് വെറുതെ ഈ ലേബലിങ്ങിൽ ഉൾപ്പെടുത്തുന്നത് എന്ന തരത്തിൽ ചിന്തിക്കുന്ന ആളുകളും ഉണ്ടാകാം. ഏതായാലും ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വന്നത് ശ്ലാഘനീയം തന്നെയാണ്. ഇടതുമുന്നണി സർക്കാരിന് അതൊരു അഭിമാന നിമിഷം തന്നെയാണ്. പക്ഷേ ഈ റിപ്പോർട്ടിലെ പ്രശ്നങ്ങൾ, വീഴ്ചകൾ ഒന്നൊന്നായി പരിശോധിക്കുകയാണെങ്കിൽ ഈ റിപ്പോർട്ട് കൊണ്ട് കാര്യമായ യാതൊരു ചലനവും സിനിമാ മേഖലയിൽ ഉണ്ടാകാൻ സാധ്യതയില്ല. മറ്റു ചില കാര്യങ്ങൾ മുഖ്യമന്ത്രിയൊക്കെ സൂചിപ്പിച്ചതുപോലെ ചില നടപടികൾ എടുക്കാൻ കഴിയും. അത് സർക്കാരിന് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യവുമല്ല. അങ്ങനെ നോക്കുമ്പോൾ ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് എന്ന് പറയുന്നത് ഊതി വീർപ്പിച്ച ഒരു ബലൂൺ മാത്രമാണ്. എപ്പോഴും വേണമെങ്കിലും അതിൻ്റെ കാറ്റ് പോകാം. പകുതി പുറത്തു വന്നപ്പോൾ ഏകദേശം അതിൻ്റെ കാറ്റ് പോയി എന്ന് നമുക്ക് അനുമാനിക്കാം.